ഇപ്പോൾ ബിനോയ് വിശ്വം നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുൻ CPI ജനറൽ സെക്രട്ടറിയാണ് അന്തരിച്ച സുധാകർ റെഡ്ഡി. 2012 മുതൽ 2019 വരെ പാർട്ടിയെ നയിച്ച നേതാവാണ്. താങ്കൾ എങ്ങനെ ഓർത്തെടുക്കുന്നു സുധാകർ റെഡ്ഡിയെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആശയപരവും രാഷ്ട്രീയവും സമഗ്രാപരവുമായ ഉത്കര്യത്തുണ്ടാക്കിയെടുക്കാൻ ലക്ഷ്യം പ്രവർത്തിച്ച നേതാവായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നത്. സുധാകർ റെഡ്ഡിയുടെ കുട്ടിക്കാലം പോലെ അദ്ദേഹം ദേശീയ ബോധത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും സ്വന്തമായി ആർജിച്ച സഖാവാണ്. അദ്ദേഹം വിദ്യാർത്ഥി AISS അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. AIYF അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറിയായിട്ട് ആന്ധ്രയിൽ പ്രവർത്തിച്ചു, ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായി ഡൽഹിയിൽ പ്രവർത്തിച്ചു, പിന്നെ ജനറൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം 2 ടേം നൽകോണ്ടയുടെ MP ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ഏറ്റവും വലിയ പ്രത്യേകത യേശോദാവിന്റെയും അല്ലെങ്കിൽ അതുപോലെയുള്ള ആ തലമുറയുടെയും നേതാക്കന്മാരുടെ ഒരു വലിയ നിലയുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ നേതാക്കന്മാരിൽ ഇത്രയും അധികം ആശയപ്രബുദ്ധതയുള്ള നേതാക്കന്മാർ വിരളമായിരുന്നു. സുധാകർ റെഡ്ഡിക്ക് അതുണ്ടായിരുന്നു. പ്രത്യയശാസ്ത്ര ബോധം, അതിന്റെ വെളിച്ചത്തിൽ കഴുത്തിട്ട പാർട്ടി എന്ന സങ്കല്പം, കാഴ്ചപ്പാട്. ഇതാണ് ജനറൽ സെക്രട്ടറിയായി പാർട്ടിയെ നയിക്കുമ്പോൾ സുധാകർ റെഡ്ഡി സ്വന്തം കടമയായിട്ട് ഏറ്റെടുത്ത ഒരു രീതി എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. പാർട്ടിയെ ആ മൂല്യങ്ങൾ പഠിപ്പിക്കാൻ, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പഠിപ്പിക്കാൻ പ്രവർത്തിച്ച തലമുറയുടെ എല്ലാ മഹത്തായ ലക്ഷ്യങ്ങളെയും വ്യക്തിവല്ലിക്കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്ന് ഞാൻ ഓർത്തു പോകുന്നു. പാർട്ടി പ്രവർത്തകന്മാർക്ക് അദ്ദേഹം നിശ്ചിതമായ ചില മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള നിർബന്ധബുദ്ധി കാണിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് ഒരു പാർട്ടി ബോധത്തിന്റെയും പാർട്ടി അച്ചടക്കത്തിന്റെയും പാർട്ടി ലക്ഷ്യബോധത്തിന്റെയും എല്ലാ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് നിരന്തരം അദ്ദേഹം പാർട്ടിക്ക് വാദിച്ചു. എല്ലാ കമ്മിറ്റികളും അദ്ദേഹം വാദിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പ്രവർത്തന നിബന്ധനകൾ പാർട്ടിയെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാം ചെയ്യുമ്പോഴും ഏറ്റവും സൗമ്യനായിട്ട്, ഒരിക്കലും ഒരു കർക്കശക്കാരനായിട്ട് പുറത്ത് കാണിക്കാതെ, എന്നാൽ നിലപാടുള്ള കർക്കശത്തിന്റെ ബലത്തിൽ അദ്ദേഹം പാർട്ടിയെ നയിച്ചു. വ്യക്തിപരമായിട്ട് സുധാകർ റെഡ്ഡിയുടെ നഷ്ടം ഒരു വലിയ നഷ്ടമായിട്ട് എനിക്ക് അനുഭവപ്പെടും. കാരണം അദ്ദേഹത്തിന്റെ സ്നേഹം ഒരുപാട് കിട്ടിയ ഒരു സഖാവാണ് ഞാൻ. ഒരുപാട് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ലഭിച്ചിട്ടുണ്ട് എനിക്ക്. അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ ഈ സമയം പാർട്ടി അതിന്റെ 25ാം കോൺഗ്രസിലേക്ക് പോവുകയാണ്. ഇത് ശതാബ്ദി വർഷമാണ്. ആ ഒരുക്കത്തിൽ ഞങ്ങളെല്ലാം ഏർപ്പെട്ടിരിക്കുമ്പോഴും അനാരോഗ്യം മൂലം ദൈനംദിനം അതിനകത്തില്ലെങ്കിലും അദ്ദേഹത്തെ സമയം കിട്ടുമ്പോൾ അദ്ദേഹം ആകുന്ന പോലെ എല്ലാം ആരോഗ്യം അനുവദിക്കുന്ന അളവിൽ എല്ലായ്പ്പോഴും ഇത്തരം കാര്യങ്ങളെ പറ്റി എല്ലാം ശ്രദ്ധിക്കാനും പാർട്ടി സഖാക്കളെ വിളിച്ച് ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനും എല്ലാം അദ്ദേഹം പാർട്ടിയുടെ വേദനയും താങ്കളുടെ വേദനയും മനസ്സിലാകുന്നതാണ്. വളരെയധികം നന്ദി ശ്രീ ബിനോയ് വിശ്വം പ്രതികരിച്ചിരുന്നതിന്.